ഹലോ, ഹലോ. ഇതെവിടെ മുത്തേ? ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. എന്നെ കണ്ടിട്ട് കുറേ നേരമായി, വിളിക്കാൻ തോന്നി വിളിച്ചതാ. അല്ല, ഇപ്പൊ തോന്നാൻ എന്താ കാരണം? തോന്നാൻ പ്രത്യേകിച്ച് കാരണമില്ല. എനിക്ക് എന്നെ കാണാൻ തോന്നിയാൽ കാരണം വല്ല. കാരണമൊന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ കുറേ കാലം പറയാം, കഴിയുമ്പോൾ ഈ പറയുമല്ലോ. എന്ത്? ടിക്കറ്റ് എടുക്കണോ ഇനി എന്നെ കാണണമെങ്കിൽ? ആ, പറയൂ. എന്നോട് പറയണ്ട. ഇത് വിടായിരുന്നടോ, എത്ര നേരമായിട്ട് വിളിക്കുവോ എന്നെ? ഞാൻ പുറത്തായിരുന്നു. എന്നാ പിന്നെ ഒരു മെസ്സേജ് അയച്ചിട്ട് പോയിക്കൂടായിരുന്നു? ഞാന് അങ്ങോട്ടല്ല പോയത്, വീടിന്റെ പുറത്തായിരുന്നു പറഞ്ഞ. അങ്ങനെ ഞാൻ കരുതി വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ, അപ്പൊ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവുമെന്ന്. ആരിട്ട് പോവാൻ? ഇവിടെ ആരാണോ കറങ്ങാന്? അതെനിക്കറിയാം, എനക്കൊരു ഫ്രണ്ടുകളുണ്ടല്ലോ. പിന്നെ അപ്പൊ ഈ എങ്ങനെ പോയിന്ന് ചോദിച്ചാ ഞാൻ ചോദിച്ചത്. ഉമ്മ സമ്മതിച്ചാലല്ലേ ഞാൻ പോകത്തുള്ളൂ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നല്ലാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്കും. പിന്നെ എന്റെ വീട്ടിൽ അഞ്ചാറ് എനിക്ക് ആരോടും ചോദിക്കണ്ട. ആരോടും മുണ്ടേ വേണ്ടല്ലേ, അങ്ങ് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി. എല്ലായിടത്തും അങ്ങനെയല്ലേ? അല്ലല്ലോ, ഇവിടെ അങ്ങനെയല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ എന്താ, പെർമിഷൻ ലെറ്റർ വാങ്ങിയിട്ട് പത്രത്തിൽ എഴുതണം. ആ, ഇതൊക്കെ ചെയ്യണം. ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കണം, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഉമ്മാനോട് ചോദിക്കണം. എന്റെ പൊന്നോ, അതൊക്കെ ഓർക്കുമ്പോൾ പിന്നെ പോവാതിരിക്കല്ലേ. അതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും. ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതൊന്നും ഇറങ്ങി നിൽക്കുമ്പോൾ ശരിയായിക്കൊണ്ട്. അങ്ങനെയാണല്ലേ. എനിക്ക് എന്നെ കാണാതിരുന്നിട്ടേ മനസ്സിലെന്തോ ഒരു സങ്കടം പോലെട്ടോ. എന്താ? എന്ത് സങ്കടം? ഈ മിണ്ടാതൊക്കെ ഇരിക്കുമ്പോൾ കുറേ നേരമല്ലേ വിളിച്ചിട്ട്, അടികൂടിയൊക്കെ വെച്ചല്ലേ, പിന്നെ ഈ വിളിക്കണതുമില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു സങ്കടം പോലെ ഉള്ളിൽ. അതെന്താ അങ്ങനെ? അത് സ്നേഹം കൂടിയുണ്ടോ? അങ്ങനെയൊന്നും അല്ല. അപ്പൊ സ്നേഹമല്ല അല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ എങ്ങനെയാണാവോ സാർ ഉദ്ദേശിച്ചേ? ഈ എന്നെ പഠിപ്പിക്കല്ലേ. അയ്യടാ, കയ്യിന്ന് പോയില്ല ആളെ. ഇല്ല, എനിക്കെല്ലാതും അറിയാം. പിന്നെ എല്ലാതും അറിയാം. അതെന്റെ ഡയലോഗല്ലേ. അതിന്റെ ഡയലോഗാ? ഇത് എവിടുന്ന് കിട്ടി? അതെവിടെന്നെങ്കിലും കിട്ടിക്കോട്ടെ. സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലേ, പിന്നെ അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്. കാരണം സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒന്ന് ദേഷ്യപ്പെടുമ്പോഴേ ശരിക്കും പെട്ടെന്ന് കയറിയിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റേതായ രൂപത്തിലൊരു എന്താ പറയുക, ഒരു പെരുമാറ്റമുണ്ട്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. ചിരിയൊന്നും അല്ല, ഒരു സന്തോഷം ഉള്ളിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ വിളിച്ചത്. അല്ലെങ്കിൽ ഞാൻ എന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ. പിന്നെ നിന്നെ വിളിക്കാൻ പിന്നെ ആരെ വിളിക്കാനാ? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. അത് ഞാൻ മറന്നു പോയതാ, സോറി.